ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ സത്യമായിട്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ത്രിയേക ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഓരോ മനുഷ്യ ജീവിതവും ഓരോ നിയോഗ പൂർത്തീകരണമാണ്. ഈ നിയോഗങ്ങൾ ദൈവികവും ദൈവത്താൽ നടത്തപ്പെടുന്നവയുമാണ്. ദൈവിക ഉദ്ദേശങ്ങൾ നിറവേറ്റപ്പെടുമ്പോഴാണ് ഓരോ മനുഷ്യ ജീവിതവും പൂർത്തീകരണത്തിലേക്ക് നടത്തപ്പെടുന്നത്. പൊതു ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന വേദഭാഗം നമുക്ക് പരിചയപ്പെടുത്തുന്നത് അല്പസമയത്തേക്കെങ്കിലും തങ്ങളുടെ നിയോഗങ്ങളെ മറന്നുപോയ, തങ്ങളുടെ ദൈവവിളികളെ മറന്നുപോയ ചിലരെ കുറിച്ചിട്ടാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മുടെ ക്രിസ്തീയമായ ജീവിതത്തിലും ദൗത്യത്തിലും ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു, മരണത്തെ തോൽപ്പിച്ചവനായ ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് 3-ാമത്തെ പ്രാവശ്യവും പ്രത്യക്ഷമായ സംഭവമാണ് ഈ വേദഭാഗത്തിലൂടെ വിവരിക്കപ്പെടുന്നത്. തിബിരിയാസ് കടൽ തീരത്ത് വെച്ചാണ് യേശുതമ്പുരാൻ തന്റെ പുനരുത്ഥാനത്തിന് ശേഷം 3-ാമത്തെ തവണയും തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത്. ക്രിസ്തു സാന്നിധ്യമുള്ള തിബിരിയാസ് കടൽ തീരം നമ്മുടെ മുമ്പാകെ ചില സാധ്യതകൾ വെച്ച് നീട്ടുന്നു. നമ്മുടെ മുമ്പാകെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു, നമ്മെ ചിലതൊക്കെയും ബോധ്യപ്പെടുത്തുന്നു. ഒന്നാമതായിട്ട്, ക്രിസ്തു സാന്നിധ്യമുള്ള തിബിരിയാസ് കടൽ തീരം നിരാശകളെ സന്തോഷകരമാക്കുന്ന ഒരു കടൽ തീരമാണ്. ചില നിരാശകൾ ശിമോൻ പത്രോസിന്റെയും അവന്റെ സ്നേഹിതന്മാരുടെയും ജീവിതത്തിൽ വന്നുകൂടുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം അവരനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ വളരെ വലുതായിരുന്നു. സത്യമേത് മിഥ്യേത് എന്ന് തിരിച്ചറിയാത്തവണ്ണം ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. എല്ലാറ്റിനും ഒടുവിൽ അവർക്ക് നിരാശയുടെ വലിയ ആഴക്കടൽ അവരുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാവാം പഴയ കാലത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകുവാൻ തക്കവണ്ണം ക്രിസ്തു തങ്ങളെ വിളിക്കുന്ന ജീവിതത്തിന് മുമ്പുള്ള ജീവിതത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകുവാൻ തക്കവണ്ണം, ഒരു പക്ഷേ എല്ലാം ഒന്നേന്ന് തുടങ്ങുവാൻ തക്കവണ്ണം അവര് പഴയ ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. ശിമോൻ പത്രോസ് തന്റെ കൂട്ടുകാരോട് പറയുന്നു, ഞാൻ മീൻ പിടിക്കുവാനായിട്ട് പോകുന്നു. അവരെല്ലാം കേട്ടപാടെ ശിമോൻ പത്രോസിന്റെ പുറകെ അവരുടെ പഴയ ദൗത്യത്തിലേക്ക് പോകുന്നു. ഒരു പക്ഷേ തങ്ങളുടെ ജീവിതം ഇനിയും ഒന്ന് സുരക്ഷിതമാക്കാം എന്നുള്ള ചിന്തയായിരിക്കാം അവരെ നയിച്ചത്. എന്നാൽ ക്രിസ്തുവില്ലാത്ത ജീവിത സാഹചര്യം, ക്രിസ്തുവില്ലാത്ത ജീവിത അനുഭവങ്ങൾ, ക്രിസ്തുവില്ലാത്ത അധ്വാനങ്ങൾ നിരാശകളെ സമ്മാനിക്കുന്നവയാണ് എന്ന് അവർ തിരിച്ചറിയുന്നു. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല എന്നുള്ള വേദഭാഗത്തില് ആ നിരാശയുടെ വലിപ്പവും ആ നിരാശയുടെ ആഴവും ഒക്കെയും വെളിപ്പെടുന്നു. അവിടെയാണ് നിരാശകളെ സന്തോഷകരമാക്കുന്ന, നിരാശകളെ പ്രത്യാശകരമാക്കുന്ന ക്രിസ്തു സാന്നിധ്യം ഉണ്ടാകുന്നത്. കർത്താവിൽ അനുഗ്രഹീതരെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഒളിച്ചോട്ടം മനസ്സുകൊണ്ടെങ്കിലും നടത്താത്തവർ ആരും ഉണ്ടാവുകയില്ല. തോറ്റുപോകാത്തവരും ആരും ഉണ്ടാവുകയില്ല. നിരാശപ്പെട്ടു പോകുന്നവരും ആരും ഉണ്ടാവുകയില്ല. എന്നാൽ തോൽവിയിലും നിരാശയിലും ഒപ്പമായിരിക്കുന്ന, കൂടെയായിരിക്കുന്ന ക്രിസ്തു സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ വിജയം സുനിശ്ചിതമാണ് എന്നുള്ളത് നാം വിസ്മരിച്ചുകൂടാ. നമ്മുടെ ഏതവസ്ഥയിലും ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള വലിയ പ്രത്യാശ എപ്പോഴും നമ്മെ ഭരിക്കേണ്ടതായിട്ടുണ്ട്. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടുമെന്ന് സങ്കീർത്തനക്കാരനോടൊപ്പം പറയുവാൻ തക്കവണ്ണം നമുക്കാവണം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിൽ മതിയാകുന്നവൻ ആകുന്നു എന്ന് പൗലോസ് ശ്ലീഹായുടെ കൂടെ പറയുവാൻ തക്കവണ്ണം നമുക്കാവണം. നമ്മുടെ നിരാശകളാകുന്ന ജീവിതത്തെ
പ്രത്യാശയാക്കുന്ന ക്രിസ്തു സാന്നിധ്യം ഒരിക്കലും നാം വിസ്മരിക്കുവാനായിട്ട് ഇടവരരുത്. ക്രിസ്തു സാന്നിധ്യം നമ്മെ ധൈര്യപ്പെടുത്തും. ക്രിസ്തു സാന്നിധ്യം നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിക്കും. ക്രിസ്തു സാന്നിധ്യം നമുക്ക് തീർച്ചയായും പുതിയ ജീവൻ നൽകും. അതിന് യാതൊരു മാറ്റവുമില്ല. രണ്ടാമതായിട്ട്, ക്രിസ്തു സാന്നിധ്യമുള്ള തിബിരിയാസ് കടൽ തീരം നമ്മുടെ നിയോഗങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കടൽ തീരമാണ്. നിയോഗങ്ങളെ അല്പകാലത്തേക്കെങ്കിലും മറന്നുപോയവരുടെ കൂട്ടത്തോട് ക്രിസ്തു പറയുന്നു, പടകിന്റെ വലതുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. വീണ്ടും ഒരു സാധ്യത കൂടി തുറന്നു കൊടുക്കുകയാണ് ക്രിസ്തു അവിടെ. മത്സ്യബന്ധത്തിൽ പ്രഗത്ഭരായിരുന്ന ശിഷ്യന്മാർക്ക് എവിടെ വല വീശിയാൽ മത്സ്യം ലഭിക്കുമെന്ന് അറിയാമായിരുന്നിട്ടും അവർ വലതുഭാഗം മറന്നു പോകുന്നുണ്ട്. നമ്മുടെ വിളിയെ മറന്നുപോയി, നമ്മുടെ ദൗത്യത്തെ മറന്നുപോയി, ക്രിസ്തുവിൽ നിന്നും നാം അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ക്രിസ്തുവിന്റെ ശബ്ദം നാം തിരിച്ചറിയണം. നമ്മെ വിളിക്കുന്നവനായ, നമ്മെ ചേർത്ത് നിർത്തുന്നവനായ ക്രിസ്തുവിനെ നാം തിരിച്ചറിയണം. മാറിപ്പോയവരും തെറ്റിപ്പോയവരും അല്ല നാം എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. കാരണം അവന്റെ വിളി അവനോടുകൂടെ ചേർന്നിരിക്കുവാനാണ്. അവന്റെ വിളി അവനോടൊപ്പമായിരിക്കുവാനാണ്. ആ ഒരു വലിയ തിരിച്ചറിവാണ് നമ്മെ ഭരിക്കേണ്ടത്. പുനരുത്ഥാനത്തിന്റെ ഈ കാലഘട്ടത്തിൽ നമ്മെ ഭരിക്കേണ്ടതും ആ വലിയൊരു തിരിച്ചറിവാണ്. സമൃദ്ധിയാൽ പടകിനെ നിറയ്ക്കുന്ന ക്രിസ്തു സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ളത് നാം വിസ്മരിച്ചു പോകരുത്. ആത്മീയ സമൃദ്ധിയാൽ നമ്മുടെ പടവുകൾ നിറയ്ക്കുന്ന ജീവിത സാഹചര്യം നമുക്കുണ്ടാകണം. ജീവിതാനുഭവങ്ങളുടെ തിരിച്ചറിവ് ക്രിസ്തുവിലേക്ക്, ക്രിസ്തു സാന്നിധ്യത്തിലേക്ക്, ദൈവികമായ വെളിയിലേക്ക് നമ്മെ നയിക്കുന്നവരാകണം. മൂന്നാമതായിട്ട്, ക്രിസ്തു സാന്നിധ്യമുള്ള തിബിരിയാസ് കടൽ തീരം സ്നേഹവിരുന്നൊരുക്കുന്ന ഒരു കടൽ തീരമാണ്. തെറ്റിപ്പോയവരെ അല്ലെങ്കിൽ മാറി നിന്നവരെ കുറ്റപ്പെടുത്തുന്നതല്ല യഥാർത്ഥമായ ഭക്ഷണം. മറിച്ച് അവരോട് ചേർന്നിരുന്നു കൊണ്ട് അവർക്ക് സ്നേഹപൂർവ്വം വിളമ്പിക്കൊടുക്കുന്ന കരുതലും സ്നേഹവുമാണ് യഥാർത്ഥ ഭക്ഷണം എന്നുകൂടി കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി വിരുന്നൊരുക്കിയത് ആ സ്വർഗീയ പിതാവ് തന്നെയാണ് എന്നുള്ളത് കൂടി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹപൂർവം ഒരു അമ്മയെ പോലെ അവർക്ക്, ശിഷ്യന്മാർക്ക് വെച്ച് വിളമ്പുന്ന കർത്താവിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. കർത്താവിൽ അനുഗ്രഹീതരെ, നമ്മുടെ ഇടയിലും തെറ്റിപ്പോയവരുണ്ടാവാം, നമ്മുടെ ഇടയിലും കൂട്ടം തെറ്റിയവരുണ്ടാവാം. അവരെ ചേർത്ത് പിടിക്കുന്നതാവണം യഥാർത്ഥമായ ഇടയത്വം. അവരെ ചേർത്ത് നിർത്തി സ്നേഹഭോജ്യം വിളമ്പുന്നതാകണം യഥാർത്ഥമായിരിക്കുന്ന ക്രിസ്തു ദൗത്യം എന്നുള്ളത് കൂടി നാം തിരിച്ചറിയണം. കർത്താവിൽ അനുഗ്രഹീതരെ, ഈ പുനരുത്ഥാനത്തിന്റെ, ഈ പെരുന്നാളിന്റെ ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ നിയോഗങ്ങളെ മറന്നു പോകാതെ, ക്രിസ്തു സാന്നിധ്യത്തെ മറന്നു പോകാതെ, നമ്മെ ചേർത്ത് നിർത്തുന്ന, നമ്മെ കരുതുന്ന, നമ്മെ സ്നേഹിക്കുന്ന, ഏതവസ്ഥയിലും നമ്മോട് ചേർന്നിരിക്കുന്ന ദൈവത്തെ മറന്നു പോകാതെ നമ്മുടെ ആത്മീയ യാത്രയെ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം നമുക്കാകണം. ദൈവത്തിന്റെ വെളിച്ചത്തില്, ക്രിസ്തു വെളിച്ചത്തില് എന്താണ് നമ്മുടെ നിയോഗമെന്നും എന്താണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമെന്നും ഉള്ള ഒരു തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകണം. ആയതിന് ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ ബലഹീനായ എന്നെയും നാം ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും പുനരുത്ഥാന പെരുന്നാളിന്റെ എല്ലാവിധമായിരിക്കുന്ന ആശംസകളും, എല്ലാവിധമായിരിക്കുന്ന പ്രത്യാശയും, എല്ലാവിധമായിരിക്കുന്ന ക്രിസ്തു സ്നേഹവും നൽകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.